നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്ന് കോടതി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യം ലഭിച്ച വിധിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നു. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എല്ലാ ശനിയാഴ്ചയും ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും സോഷ്യൽ മീഡിയയിലൂടെ യാതൊരു ഭീഷണിയും പാടില്ലെന്നും കോടതി രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് രാഹുലിനെ കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നുവെന്നാണ് കോടതി അറിയിച്ചത്. പ്രതിഭാഗം ഹാജരാക്കിയ ഡിജിറ്റൽ രേഖകളടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലാണെന്നും കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കേസിലെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. രാഹുലിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും ഉത്തരവിൽ പറയുന്നു. പീഡനം നടന്ന ശേഷം പരാതിക്കാരി മൊഴി നൽകാൻ വൈകി എന്ന പ്രതിഭാഗത്തിന്റെ വാദവും പരിഗണിച്ച ശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. 1 വർഷവും 9 മാസവും വൈകിയാണ് പരാതിക്കാരി പരാതി നൽകിയതെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. പരാതിക്കാരി വിദേശത്തായതിനാൽ രാഹുൽ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഭീഷണിപ്പെടുത്തുമെന്ന വാദം നിലനിൽക്കില്ലെന്നും കേസിൽ നേരിട്ടുള്ള മറ്റ് സാക്ഷികളില്ലെന്നും അതുകൊണ്ട് തന്നെ കസ്റ്റഡി ഇനി വേണ്ടെന്നാണ് കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുള്ളത്. രാഹുൽ ഹാജരാക്കിയ ഓഡിയോ ഇരയുടേതാണെന്ന് ഉറപ്പിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ നേരത്തെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ജസ്റ്റിസ് അരുന്ധതി ദിലീപാണ് ജാമ്യ ഹർജിയിൽ ഉത്തരവിട്ടത്. അടച്ചിട്ട കോടതി മുറിയിൽ 2 മണിക്കൂർ വിശദമായ വാദം കേട്ടതിനു ശേഷമായിരുന്നു വിധി. പ്രോസിക്യൂഷന് വേണ്ടി MG ദേവിയായിരുന്നു ഹാജരായത്. രാഹുലും യുവതിയുമായി പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പ്രതിഭാഗം ഹാജരാക്കിയായിരുന്നു. അറസ്റ്റിൽ നിയമപരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നും രാഹുലിന് ജാമ്യം അനുവദിച്ചിട്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അറസ്റ്റിലായി 18ാം ദിവസമാണ് രാഹുലിന് ജാമ്യം ലഭിക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന കോട്ടയം സ്വദേശിനിയെ വിവാഹ വാഗ്ദാനം നൽകി തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നതാണ് കേസ്. 2 ആഴ്ചയിലധികമായി ജയിലിൽ കഴിയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് കൗസർ അടപകത്തിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുക. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. രാഹുലിനെതിരെ അതിജീവിതയുടെ സത്യവാങ്മൂലവും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നുമാണ് സത്യവാങ്മൂലത്തിൽ അതിജീവിത ഉന്നയിക്കുന്ന പ്രധാന വാദം. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നടി റിനി ആൻ ജോർജും ഫെനി നയനാനും തമ്മിലുള്ള പോരും മുറുകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തായ ഫെനി നയനാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വീണ്ടും മറുപടിയുമായി നടി രംഗത്ത് വന്നിരുന്നു. രാഹുലിനെതിരെ പരാതി നൽകിയ 3ാമത്തെ യുവതിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു റിനി വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും അതിൽ റിനി ആൻ ജോർജിന് പങ്കുണ്ടെന്നുമായിരുന്നു ഫെനി നയനാന്റെ ആരോപണം. 3ാം പരാതിക്കാരിയെ 2025 ഓഗസ്റ്റിൽ റിനി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇതിന് ചാറ്റ് തെളിവുകളുണ്ടെന്നും ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. റിനിയുടെ മുഖത്ത് കള്ളത്തരമാണെന്നും അവരുടെ മുഖംമൂടി താൻ വലിച്ചു കീറുമെന്നും ഫെനി വെല്ലുവിളിച്ചിരുന്നു. ഫെനിയുടെ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളിയ റിനി തെളിവുകളുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ ആവശ്യപ്പെട്ടു. 3ാം പരാതിക്കാരിയുമായി തനിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ ഫെനിയുടെ കൈവശമുണ്ടെങ്കിൽ അത് പുറത്തുവിടണം. അനാവശ്യമായ കുപ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വ്യക്തിഹത്യ തുടരുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും റിനി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഫെനി നയനാൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ റിനിക്കെതിരെ തെളിവുകളുണ്ടെന്ന് അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു റിനിയുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദവും റിനി തള്ളി. രാഹുലിനെതിരായ നീക്കങ്ങൾ വെറും ആരോപണങ്ങളെല്ലാം മറിച്ച് പ്ലാനിങ്ങോടെ നടന്ന ഗൂഢാലോചനയാണെന്നാണ് ഫെനിയുടെ പക്ഷം. താൻ ആരെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്ന റിനിയുടെ ഫേസ്ബുക്ക് വാദത്തെ ഫെനി തള്ളി. ഈ വർഷം ജനുവരിയിൽ പരാതി നൽകിയ ആളെ മാസങ്ങൾക്ക് മുൻപേ റിനി എന്തിനു വിളിച്ചു എന്ന ചോദ്യമാണ് ഫെനി ഉയർത്തുന്നത്.